എവരിവൺ, കുറെ കാലമായില്ലേ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്നിപ്പോൾ ഞങ്ങളൊരു ലോങ് യാത്രയിലാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ മൂകാംബിക വരെ പോവാണ്. കൊല്ലൂർ, അതായത് കർണാടകത്തിലുള്ള ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കൊല്ലൂർ ശ്രീ മൂകാംബിക ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ്. ഇപ്പോൾ അതൊരു 11:30 ആയി രാത്രി. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇവിടെ പണിയും മഴയൊക്കെ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എത്തണത്. പിന്നെ ഒരു 2:30 ആകുമ്പോൾ നമ്മൾ കണ്ണൂർ എത്തും. അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് മുത്തപ്പൻകാവിലൊക്കെ തൊഴുത് അങ്ങനെയാണ് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പൊതിഞ്ഞ് കൊണ്ടുവരിക ചെയ്തിട്ടോ, നല്ല നെയ്ച്ചോറൊക്കെ പൊതിഞ്ഞിട്ട്. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. മഴയായിരുന്നു വരുന്ന വഴി മൊത്തം. ഇവിടെ എത്തിയപ്പോൾ, കോഴിക്കോട് എത്തിയപ്പോഴാണ് മഴ ഒന്നും നിന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിർത്തി. 11:30 ആയി സമയം. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യണം. ഇനി ഒരു 120 കിലോമീറ്റേഴ്സേ ഉള്ളൂ കണ്ണൂരിലേക്ക്, പറശ്ശിനിക്കടവില്. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നെയ്ച്ചോറും മഷ്റൂം കറി, അതുപോലെ തന്നെ പനീർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സാലഡ്. ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ്. വിശപ്പുള്ളതുകൊണ്ടാണോ അതോ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ്റെ അമ്പലം. വളപട്ടണം പുഴയുടെ തീരത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ദേശത്തുണ്ടായിരുന്ന അയ്യങ്കര ദേവനും പാടിക്കുട്ടിക്കും ഒരുപാട് കാലമായിട്ട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവർ ശിവഭക്തരായിരുന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ദിവസം പാടിക്കുട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്ത്, അവർ കുളിച്ചെണീക്കുന്ന സമയത്താണ് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുക. അങ്ങനെ അവർ പോയിട്ട് ആ കുട്ടീനെ എടുത്തിട്ട് വളർത്തുകയാണ്. അപ്പം അങ്ങനെ വളർത്തി വരുമ്പം ബ്രാഹ്മണാചാരപ്രകാരമായിരിക്കില്ല കുട്ടി വളരുന്നത്. അമ്പും വില്ലും അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മാംസം ഭക്ഷിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പം ഇത് പാടിക്കുട്ടിക്കും അതുപോലെ തന്നെ അയ്യങ്കര ദേവനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ ഒരുപാട് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ പുത്രൻ ഒരു സാധാരണ മനുഷ്യൻ പുത്രനല്ല, ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവിടുന്ന് ആ കുട്ടി സ്വന്തമായിട്ടുള്ളൊരു സ്ഥലം താമസിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന മുത്തപ്പൻ്റെ ക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ മുത്തപ്പൻ്റെ സന്തത സഹചാരിയാണ്. നമ്മൾ ഒരുപാട് നായ്ക്കളൊക്കെ അമ്പലത്തിനകത്ത് കാണാറുണ്ട്. മുത്തപ്പൻ്റെ കൂടെയുള്ള ഒരാളാണ്. അതൊക്കെയാണ് ഈ അമ്പലത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഐതിഹ്യം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കേട്ടോ. അത് ഇവിടുത്തെ പ്രസാദമാണ്. അത് വൻപയർ വേവിച്ചത്, അതുപോലെ തേങ്ങാപ്പൂളൊക്കെയാണ് കിട്ടുക. ചായയും കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ആ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് നമ്മുടെ കൊല്ലൂർ ശ്രീ മൂകാംബിക ടെമ്പിളിലേക്കാണ്. പിന്നെ ഇവിടെ നിന്നൊരു 200+ കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്നും തെയ്യം അരങ്ങേറാറുണ്ട്. തെയ്യം അരങ്ങേറുന്ന ഇവിടുത്തെ ഫോം എന്ന് പറയുന്നത് വെള്ളാട്ട് രൂപത്തിലാണ്. അപ്പോൾ ഇപ്പം 2-3 ദിവസമായിട്ട് ഇവിടെ തെയ്യം ഇല്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയണ. കാര്യം എന്താണെന്ന് അറിയില്ല, ചോദിച്ചില്ല എന്നുള്ള മനസ്സിലായി. അപ്പോൾ അതൊക്കെയാണ് ഈ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്ന യാത്രകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ എവിടെയാ പോകണമെന്നുള്ളതും ശ്രീ മൂകാംബിക ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിലുള്ള ബാക്കി മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. வந்து என்னோடு கலந்து வீடு உயிரே உயிரே வந்து என்னோடு
പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? നമ്മുടെ ബേക്കൽ കോട്ട. അപ്പോൾ ആ ബേക്കൽ കോട്ട, അതായത് കാസർഗോഡ് ജില്ലയിലുള്ള ബേക്കൽ കോട്ടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. ഈ ഫോർട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഫോർട്ട് ആണ്. അതുമല്ല ഒരു സൈഡ് മൊത്തം സീ വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. അതുപോലെ ഇങ്ങനത്തെ കുറേ ഇൻസൈഡ് വെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് വെല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോട്ടയ്ക്കകത്ത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വെല്ലിൽ മാത്രമാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. നിങ്ങളാരും വന്നിട്ടില്ലെങ്കിൽ ഇവരൊന്ന് വന്ന് നോക്കുക, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ ഉയരെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോർട്ടിൻ്റെ ഭാഗം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബോംബെ മൂവിയിലെ ഉയിരേ ആ സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ, ആ ഒരു പാർട്ട് ഓഫ് ദ ഫോർട്ട്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് ഈ സമയത്ത്, ഉച്ചയാണല്ലോ ഞങ്ങൾ എത്തുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. അതുപോലെ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തേക്കൊക്കെ. ഇവിടെ ഇരുന്നാൽ തന്നെ നല്ല സുഖമാണ്, ഇവിടെ ഒത്തിരി തണലും ഉണ്ട്. അപ്പോൾ ഈ തണലൊക്കെ പിടിച്ച് ഞാനിങ്ങനെ ഇരുന്ന് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണേ. നല്ല കാറ്റാണ് കേട്ടോ, എന്ത് സുഖമാണെന്ന് അറിയിരിക്കാം. വെയിലാണെങ്കിൽ കാറ്റ് കൊള്ളാൻ ഭയങ്കര സുഖമാണ്. കുറച്ച് വൈകുന്നേരമൊക്കെ ആയിട്ടാണ് നമ്മൾ വരണമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടതാ നമ്മൾ വീണ്ടും ബാക്ക് ടു അവർ ട്രിപ്പ് കൊല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് മഴ പെയ്യുന്നുണ്ട്, കാർമേഘങ്ങളുണ്ട്, പക്ഷെ ചെറുതായിട്ട് സൺസെറ്റ് ഇങ്ങനെ കിട്ടുകയും ചെയ്തു കേട്ടോ. നമ്മൾ എത്തും വിചാരിച്ചു ആ ഒരു സമയമാകുമ്പോഴത്തേന് ഏതെങ്കിലും ബീച്ചിൽ ഇറങ്ങാമെന്ന്. കാരണം തീരദേശ ഹൈവേ ആണല്ലോ, നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങായിരുന്നു. പക്ഷെ ചെറിയ മഴയുണ്ട്, നല്ല മിന്നലൊക്കെ ആയതുകൊണ്ട് നമ്മൾ എവിടെ നിർത്തിയില്ല. അങ്ങനെ ഞങ്ങളൊരു രാത്രി 8-9 മണിക്ക് ആയപ്പോഴത്തേനും നമ്മുടെ ഹോട്ടലിലെത്തി. അതായത് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ, മൂകാംബികയിലെ റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഒരു 30 കിലോമീറ്റേഴ്സ് ഫ്രം മൂകാംബിക. അവിടെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ റൂമും ബുക്ക് ചെയ്ത് അതിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലിൽ. അപ്പം ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.